അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാവപ്പെട്ട ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് കല്യാണം ശേഷമുണ്ടായ ഒരു അനുഭവത്തെയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ പെൺകുട്ടിയുടെ വാപ്പ കുറച്ച് അസുഖമുള്ള വാപ്പയായതുകൊണ്ട് ഭാരമുള്ള ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത, എന്തെങ്കിലും ചെറിയ ജോലികൾ ചെയ്തിങ്ങനെ കുടുംബജീവിതം വളരെ കഷ്ടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന പിതാവാണ്. പിതാവുക്ക് 2 മക്കളാണ്. 2 പെൺമക്കളുമായി തൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് നീക്കുന്നുണ്ട്. മൂത്ത മകൾക്ക് ഇപ്പോൾ 22 വർഷമാണ്. കല്യാണം പ്രായമായിരിക്കുന്നു. ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട്, പക്ഷേ ഒന്നും ശരിയാകുന്നില്ല. ഇവിടെ ഏറ്റവും വില്ലനായി നിൽക്കുന്നത് ഇവർക്ക് സാമ്പത്തികമാണ്. കാരണം ശരിയായൊരു വീടില്ല, ചെറിയ ഒരു വീടാണ്, ചെറിയ ഒരു കുടിലെന്ന് പറയാം, അത്രയ്ക്കും ചെറിയൊരു വീടാണ്. കല്യാണാലോചനകൾ വന്നാലും പോലും വിവാഹം നടക്കുന്നില്ല. അങ്ങനെ ആ കുടുംബം വലിയ ദുഃഖത്തിലാണ്. അങ്ങനെ ബ്രോക്കറുമായി സംസാരിച്ചു, എവിടെയെങ്കിലും ഒരു നല്ലൊരു ആലോചന കിട്ടിയാൽ ഒന്ന് അറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വാപ്പാക്ക് ഈ അസുഖം കാരണം ഉമ്മ വലിയ വലിയ വീട്ടുകളിൽ പോയി അവിടുത്തെ അടുക്കള ജോലി ചെയ്ത് അതിന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഇവിടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. മകളുടെ വിവാഹം പ്രായമെത്തിയത് ഓർക്കുമ്പോൾ ആ കുടുംബത്തിന് വലിയ സങ്കടമാണ്. ഒരു വിവാഹം അങ്ങ് ശരിയാകുന്നുമില്ല. 2 മക്കളും +2 വരെ പഠിച്ച മക്കളാണ്. അങ്ങനെ ഇരിക്കെ ഒരു വിവാഹം ആലോചന ആ വീട്ടിലേക്ക് ബ്രോക്കർ കൊണ്ടുവരുന്നുണ്ട്. വലിയ സമ്പന്നനായ ഒരു കുടുംബത്തിൽ നിന്നാണ്. സമ്പന്നം എന്ന് പറഞ്ഞാൽ സമ്പത്ത് കൊണ്ട് വലിയ സമ്പത്തുള്ളവരാണ്. ഈ ബന്ധം കൊണ്ടു വന്നപ്പോൾ പിതാവ് പറഞ്ഞത്, ഇത്ര വലിയ സമ്പന്നരായ തറവാടുള്ള കുടുംബം നമ്മുടെ മകളെ സ്വീകരിക്കൂല. കാരണം നമ്മുടെ ചെറിയ വീട് ഇവരൊന്നും അംഗീകരിക്കൂല. ഈ ഒരു ബന്ധം നമുക്ക് വേണ്ട, വെറുതെ സംസാരിക്കണമല്ലാതെ ഒരു കാര്യവും നടക്കൂല. അപ്പോൾ പറഞ്ഞു, ഇല്ല, ഇത് നടക്കും, ഇത് നടക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്, നമുക്കൊന്ന് കാണിച്ചു നോക്കാം. അങ്ങനെ ബ്രോക്കറിൻ്റെ നിർബന്ധം പ്രകാരമാണ് ആ വീട്ടിലേക്ക് ആ കുടുംബം കടന്നു വരുന്നത്. ആണിൻ്റെ കുടുംബം പെണ്ണ് നോക്കാനായി കടന്നു വന്നു. അങ്ങനെ പെണ്ണൊക്കെ നോക്കിയ സമയത്ത് ആ കുടുംബക്കാർക്ക് എല്ലാം വലിയ ഇഷ്ടമായി പെണ്ണിനെ. അവരങ്ങനെ പോയി പിന്നെ സ്വാഭാവികമായി പെണ്ണിൻ്റെ വീട്ടുകാരിങ്ങനെ ഫോൺ വിളിക്കായി കാത്തു നിൽക്കും. എന്താണ് അവരുടെ ഭാഗത്ത് മറുപടി കിട്ടുന്നത്, അവർക്ക് ഈ ബന്ധത്തിനോട് താല്പര്യമുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി സ്വാഭാവികമായി പെണ്ണിൻ്റെ കുടുംബക്കാരിങ്ങനെ കാത്തു നിൽക്കും. അതേപോലെ ഈ കുടുംബം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് ബ്രോക്കർ വിളിച്ച് പറയുന്നത്, അവർക്ക് വലിയ ഇഷ്ടമായി. പിന്നെ ഇവരുടെ ഒരേ ഒരു നിർബന്ധമാണ് ഇപ്പോൾ ഉള്ളത്, എത്രയും പെട്ടെന്ന് ഈ കല്യാണം കഴിക്കണം എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ മകൾക്ക് സ്വർണത്തിൻ്റെ വിഷയത്തിൽ ഒന്നും പേടിക്കണ്ട, അതെല്ലാം ഭർത്താവ് ഏറ്റെടുക്കും, എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ചെറിയ പാവപ്പെട്ട കുടുംബമാണ്, ഇവർക്ക് വലിയൊരു കുടുംബമൊന്നുമില്ല, അങ്ങനെ ഒരുപാട് പ്രത്യേകിച്ച് ആലോചിക്കണമെന്നില്ല. പക്ഷേ തൻ്റെ മകൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ എന്തെങ്കിലും കഴുത്തിനും ചെവിയിൽ എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. അതിനെന്തെങ്കിലും സ്വർണം സ്വരൂപിക്കാൻ വേണ്ടി ഉമ്മ വലിയ ആ നാട്ടിലെ വലിയ സമ്പന്നരുടെ വീട്ടിൽ അടുക്കള ജോലി ചെയ്യും. അങ്ങനെ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെന്ന് ഒരുപാട് സമ്പത്ത് സ്വരൂപിച്ച് ഏകദേശം 10 പവൻ വരെയാണ് ആ പെൺകുട്ടിക്ക് ആ ഉമ്മയും ഉപ്പയും പലരോടും പറഞ്ഞു അങ്ങനെ ഒപ്പിച്ച് അങ്ങനെ കല്യാണം കഴിഞ്ഞു. കല്യാണം എന്ന് പറയുന്നത് വല്ലാത്തൊരു കല്യാണമാണ്. ഭർത്താവിൻ്റെ വീട്ടിലൊരിക്കൽ സദ്യകളെന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. കുടുംബവും നാട്ടുകാരെല്ലാം സന്തോഷിച്ചു. പാവപ്പെട്ട ഈ പെൺകുട്ടിക്ക് ഇത്രയും നല്ലൊരു കുടുംബം കിട്ടിയല്ലോ. ആ പെൺകുട്ടി, ആ കുടുംബം രക്ഷപ്പെട്ടു. കാരണം നല്ലൊരു വിവാഹം ആലോചനയാണ് കിട്ടിയത്. ആ പെൺകുട്ടി ഒരുപാട് അല്ലാഹുവിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാഹ്, ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ എത്രയും നല്ല റിച്ചുള്ള നല്ലൊരു കുടുംബത്തെയാണ് ആ പെൺകുട്ടി കിട്ടിയത്. ആ പെൺകുട്ടി ഇതുവരേക്ക് ഒരുപാട് കഷ്ടിച്ച് ജീവിച്ച ആ പെൺകുട്ടി ഇതോടുകൂടി വലിയ സന്തോഷിച്ചു. അങ്ങനെ ആ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ആദ്യമായി പോകുമ്പോൾ ഭർത്താവിൻ്റെ വീടും
അവിടുത്തെ ഓരോ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വല്ലാണ്ട് സന്തോഷിച്ചു. കാരണം അത്രക്കും മനോഹരമായ വീട് ആ പെൺകുട്ടി ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. ആ വീടിൻ്റെ എല്ലാ ഓരോന്നും അവിടെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് അവിടെ കാണാൻ സാധിച്ചത്. അങ്ങനെ ആദ്യ രാത്രി ഈ ഭർത്താവിൻ്റെ കൂടെയാണല്ലോ ഇനി ജീവിതം. വളരെ സന്തോഷകരമായ ജീവിതമാകാൻ വേണ്ടി അള്ളാഹുവിനോട് ഒരുപാട് ദുആ ചെയ്ത് ആദ്യത്തെ രാത്രി ഭർത്താവിൻ്റെ മണിയറയിലേക്ക് പോകുമ്പോൾ ഭർത്താവ് മണിയറയിലുണ്ട്. ഈ പെൺകുട്ടി ആ മണിയറയിലേക്ക് കയറിയപ്പോൾ ഭർത്താവ് തീരെ ഒരു പരിഗണനവുമില്ല. ഭർത്താവിൻ്റെ ഒരു ഇഷ്ടം പോലെ എന്തോ പറഞ്ഞുകൊണ്ട് എന്തോ സംസാരിച്ചുകൊണ്ട് ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. ഇത് കാണുമ്പോൾ പെൺകുട്ടിക്ക് വല്ലാത്ത സങ്കടമായി. ഇവരെന്നെ വഞ്ചിച്ചതാണോ? എന്താണ് ഇയാൾ തീരെ മൈൻഡാക്കുന്നില്ല, ഒരു പരിഗണന. ഇയാളുടെ ആ ഒരു ഹാലിലാണ് അവിടെ ഇങ്ങനെ നിൽക്കുന്നു, എന്തോ സംസാരിക്കുന്നു, എന്തോ പറയുന്നു. അങ്ങനെ അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടി പെൺകുട്ടി നേരെ അടുക്കളയിൽ പോയി. അടുക്കളയിൽ ഒരുപാട് ജോലികളുണ്ട്, ആ ജോലികളും ഏർപ്പെട്ട് അങ്ങനെ പിറ്റേന്ന് ദിവസവും ഭർത്താവിൻ്റെ അവസ്ഥ കണ്ട് വല്ലാത്ത സങ്കടമാണ്. അങ്ങനെ അവിടെ ഇരിക്കുന്ന കുടുംബത്തിൽപ്പെട്ടവരാരോട് ഭർത്താവിൻ്റെ സ്ഥിതിഗതികളൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ഉള്ള ഒരു സഹോദരി പറഞ്ഞത്, എൻ്റെ ഭർത്താവ് യഥാർത്ഥത്തിലൊരു മാനസിക രോഗിയാണ്. അദ്ദേഹം നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. എൻ്റെ ഭർത്താവ് മാനസിക രോഗിയാകാൻ കാരണം ആദ്യം ഒരു പ്രണയമുണ്ടായിരുന്നു. ആ പ്രണയം നഷ്ടപ്പെട്ടപ്പോൾ വല്ലാത്ത സങ്കടത്തിലായി പിന്നെ ഒരു മാനസിക രോഗിയായി മാറിയതാണ്. ഒരുപാട് ചികിത്സകൾ നൽകി ആ രോഗം മാറ്റാൻ സാധിച്ചില്ല. വല്ലാത്തൊരവസ്ഥയിലാണ്. അങ്ങനെയാണ് പെട്ടെന്ന് ഈ കല്യാണമൊക്കെ നടന്നത്. ഇത് കേൾക്കുമ്പോൾ പെൺകുട്ടിക്ക് വല്ലാത്ത സങ്കടമായി. വാപ്പയും ഉമ്മയും വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. വാപ്പയും ഉമ്മയും പൊട്ടിക്കരയാൻ തുടങ്ങി. എൻ്റെ മകളെ ഇവരെല്ലാവരും ഒത്തുചേർന്ന് കുടുക്കിയതാണല്ലോ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. എന്നാലും ബാപ്പയും ഉമ്മയും ഫോൺ വിളിച്ച് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വലിയ മാനസിക രോഗിയാണെങ്കിലും വാപ്പ ഇത് ശരിപ്പെടുത്താൻ പറ്റും, നിങ്ങളൊന്നും ദുഃഖിക്കണ്ട. ഇത് അയാളുടെ ഈ ഒരു മാനസിക അവസ്ഥ, അയാൾക്ക് കിട്ടേണ്ട സ്നേഹം കൃത്യമായി കിട്ടാത്തതിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള അസ്വസ്ഥത കാണിക്കുന്നത്. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു മാനസിക അവസ്ഥയിലാണെങ്കിലും പിന്നെ ആ ചെറുപ്പക്കാരൻ വീടിൻ്റെ റൂമിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങൂല. ഭക്ഷണം എല്ലാം വീട്ടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി കൊടുക്കണം. ഇയാൾ ജോലിക്കൊന്നും പോവില്ല. അപ്പോൾ ഈ കുടുംബത്തിന് സമ്പത്ത് കൊണ്ടാണ് എൻ്റെ ഭർത്താവ് ഇങ്ങനെ ജീവിച്ചു പോകുന്നത് എന്ന് കൃത്യമായി ഈ പെൺകുട്ടിക്ക് മനസ്സിലായി. പക്ഷേ ഈ പെൺകുട്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരനോട് ഒരുപാട് സംസാരിക്കാൻ സമയം കണ്ടെത്തുകയും ഒരുപാട് സ്നേഹം അങ്ങോട്ട് നൽകി, ഒരുപാട് പരിഗണന അങ്ങോട്ട് നൽകി. ഇങ്ങനെ ഒരുപാട് പരിഗണനയും സ്നേഹം നൽകുമ്പോൾ അദ്ദേഹത്തിൽ വലിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ മാറ്റങ്ങൾ. പിന്നെ പുറത്തിറങ്ങാനും എല്ലാവരുടെ കൂടെ സംസാരിക്കാനും എല്ലാവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങി. പിന്നെ നല്ല മാറ്റമാണ്. ഒരു സ്ത്രീയിൽ നിന്ന് പ്രത്യേകമായൊരു പരിഗണന കിട്ടുമ്പോൾ അവൻ്റെ മാനസിക അവസ്ഥകളെല്ലാം മാറി നല്ലൊരു അവസ്ഥയിലേക്കെത്തി. പിന്നെ നല്ലൊരു ചെറുപ്പക്കാരനായി അവൻ മാറി. പിന്നെ ഇവളുടെ വീട്ടിലേക്ക് ഇവർ ഒന്നിച്ചു പോകും. വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും അനിയത്തിക്ക് വേണ്ട എല്ലാ വസ്ത്രങ്ങളും ആ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. അവരുടെ കുടുംബം ജീവിതം, ദാമ്പത്യ ജീവിതം വളരെ സന്തോഷത്തിലും മനോഹരമായിരുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ഒന്നാമത്, ഈ രീതിയിൽ ഒരു മാനസിക രോഗിയായ ഒരാളെ മറച്ചു വെച്ചുകൊണ്ടുള്ള വിവാഹം ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അത് വല്ലാത്തൊരു പ്രശ്നമുണ്ടാക്കും. പക്ഷേ ഈ പെൺകുട്ടി ഇത്തരത്തിലുള്ളൊരവസ്ഥയിൽ കുടുങ്ങിയപ്പോൾ പെട്ടെന്ന് വീട്ടിൽ നിന്നിറങ്ങാതെ അതിനെ വളരെ മനോഹരമായി പരിഹരിച്ചത് വലിയ സന്തോഷമാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ ഹുന്ന ലിബാസുല്ലക്കും അന്തും ലിബാസുല്ലഹുന്ന എന്ന് പറയുന്ന ഒരു ഖുർആൻ്റെ ആയത്താണ് ഈ പെൺകുട്ടിയുടെ ഈ കഥ പറയുമ്പോൾ ഓർമ്മ വരുന്നത്. ഭർത്താവിൻ്റെ കുറവുകൾ മറച്ചു വെക്കണമെന്നാണ്. ആ ഖുർആൻ പറഞ്ഞതുപോലെ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഈ മാനസികാവസ്ഥയെ പരിപൂർണമായി കഴിവിൻ്റെ പരമാവധി മറച്ചു വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ഭർത്താവിനൊരു ശരിയായ രീതിയിലേക്ക് എത്തിച്ചു. അതും ഈ പെൺകുട്ടി ചെയ്ത ഒരു നല്ലൊരു പ്രവൃത്തിയാണ്. അള്ളാഹു ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ വലിയ ദാമ്പത്യ ജീവിത സന്തോഷം
റാഹത്തും അള്ളാഹു നൽകട്ടെ. പിന്നെ അനാവശ്യമായ ബന്ധങ്ങൾ, ഹറാമിയത്തായ ബന്ധത്തിലൂടെ നാം നമ്മുടെ സമയം ചെലവഴിച്ചാൽ അവിടെ നിന്ന് എന്തെങ്കിലും നാം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മറുപടിയാണ് കിട്ടുന്നതെങ്കിൽ ഇതേപോലെ മാനസിക രോഗികളായി മാറും. അതുകൊണ്ട് ഒരുപാട് സ്നേഹം നൽകരുത്, ഒരുപാട് വെറുപ്പും ഒരാളോട് പാടില്ല. അത് വലിയ അപകടത്തിലേക്ക് എത്തിക്കുമെന്നതിൻ്റെ ഒരു കാരണം കൂടിയാണ് ഈ ചെറുപ്പക്കാരെന്ന് മനസ്സിലാകുന്നത്. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അള്ളാഹുവിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം റാഹത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.